الحمد لله لك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت قيوم السماوات والأرض ومن فيهن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله بل أكثرهم لا يعلمون إنك ميت وإنهم ميتون إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. അർഹമുറാഹിമീനായ റബ്ബ് ജീവിതത്തിന്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അവനോട് തഖ്വയുണ്ടാകുന്ന മുത്തഖികളായ മുഖ്ലിസുകളായ മുഹ്സിനുകളായ
അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് ഈ റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്നത്. സുപ്രധാനമായ ഒരു പാഠം കഴിഞ്ഞ ഖുതുബയിൽ പറയുകയുണ്ടായി. ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നു പോകാൻ ഊർജം നൽകുന്ന, ശക്തി നൽകുന്ന ഒരു ഖുർആനിക പാഠമാണ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ പാഠം അല്ലാഹു നമുക്ക് നൽകുന്നത്. ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സുപ്രധാനമായ മറ്റൊരു പാഠമാണ് വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇത് സുപരിചിതമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നതാണ്, പ്രവാചകരെ, അങ്ങയുടെ വസ്ത്രത്തെ ശുദ്ധമാക്കി വെക്കണം, എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും അങ്ങ് മുക്തനാവണം. വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. വലിയ ആശയ വൈപുല്യമുള്ള, ആഴമുള്ള ആശയങ്ങൾ ഉള്ള രണ്ടു വചനങ്ങളാണ് അല്ലാഹു ഇതിലൂടെ പറയുന്നത്. ഖുർആനിന്റെ ആധികാരിക മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിച്ചതെല്ലാം ചേർത്തുവെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, കേവലമായൊരു വസ്ത്രം ശുദ്ധമാക്കി വെക്കലിന്റെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലല്ല അത്. ഇസ്ലാമിക വിശ്വാസത്തിൽ വസ്ത്രം ശുദ്ധമാകണം, ശരീരം ശുദ്ധമാകണം, പരിസരം ശുദ്ധമാകണം. ആ ശുദ്ധിക്ക് തന്നെ രണ്ട് അർത്ഥതലങ്ങളുണ്ട്. ബാഹ്യമായ ശുദ്ധീകരണവുമുണ്ട്, ആന്തരികമായ ശുദ്ധീകരണമുണ്ട്. അതിനെല്ലാം അപ്പുറത്ത് ഈ രണ്ട് പരാമർശങ്ങളിലൂടെ അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വിശ്വാസപരവും കർമ്മപരവുമായ എല്ലാ മാലിന്യങ്ങളിലും, വിശ്വാസത്തിലും കർമ്മത്തിലുമൊക്കെ വരുന്ന മാലിന്യങ്ങൾ ഏതാണ്? അത് കുഫ്ർ എന്ന്, ശിർക്ക് എന്ന്, റിയാ എന്ന്, നിഫാഖ് എന്നൊക്കെ ഖുർആൻ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായി ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും സംസ്കാരങ്ങളുമുള്ളവരായി മാറുക എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ അകക്കാമ്പ് എന്നാണ്. വിശ്വാസപരവും കർമ്മപരവുമായിട്ടുള്ള എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായി ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും ഉത്തമമായ സംസ്കാരവും ഉള്ളവരായിട്ട് മാറുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകുന്ന ജീവിത പാഠമാണിത്.
നബി തങ്ങളുടെ നിയോഗത്തിന്റെ ലക്ഷ്യമെന്താണ്? ആ ലക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. തസ്കിയത്തുൻ നഫ്സ്, മനുഷ്യനെ സംസ്കരിക്കുക എന്നത് പ്രവാചക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് മനുഷ്യനെ നന്നാക്കിയെടുക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, റസൂലും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്? വളരെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഹബീബായ നബി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രിയപ്പെട്ടവനായി വരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റസൂലിനോടുള്ള ആദരവ്, സ്നേഹം, ബഹുമാനം, അടുപ്പം, അനുരാഗം എല്ലാം പ്രധാനപ്പെട്ടതാണ്. വിശ്വാസപരമായി തന്നെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടതാണ് നബി എന്നാണ് ഖുർആൻ പറയുന്നത്. സ്വന്തത്തെക്കാൾ പ്രിയപ്പെട്ടതായി മാറണമെന്നാണ്. എന്നെ കഴിഞ്ഞാൽ അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ ആളുകളോട് ആയിട്ടില്ല മുഅ്മിൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എന്നേക്കാൾ അങ്ങാണ് എനിക്ക് പ്രിയപ്പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ പൂർത്തിയായി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ഖുർആൻ പറയുന്നത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അപ്പൊ നബിയോടുള്ള ഈ അടുപ്പം അത് ശരി തന്നെ, നബിയോടുള്ള സ്നേഹം, നബിയോടുള്ള ആദരവും ഒക്കെ ശരി തന്നെ. പക്ഷെ എന്താണ് അതിന്റെ അടിസ്ഥാനം? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നബിയോടുള്ള സ്നേഹത്തെക്കുറിച്ചും ആദരവിനെക്കുറിച്ചും നബിയോടുള്ള അനുരാഗത്തെക്കുറിച്ചും ഒക്കെയുള്ള ധാരാളം ചർച്ചകൾ കേൾക്കുമ്പോ ഞാനും നബിയും തമ്മിലുള്ള അടുപ്പത്തിന്റെ, അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? തിരുദൂതരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ ഹിദായത്തിന്റെ, നമ്മുടെ ജീവിതത്തിന് വഴി കാണിക്കുന്നു പ്രവാചകൻ എന്നതാണ്. ഇത് സുപ്രധാനമായ ഒരു ആശയമാണ്. ഇത് മനസ്സിലാക്കാതെ പോയാൽ വലിയ വഴികളിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തതയോടെ, കൃത്യതയോടെ രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമയെ സ്നേഹിച്ചിട്ടുണ്ട്, അത്യഗാധമായി തന്നെ. മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമയെ സ്നേഹിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബിയെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. എന്നു മാത്രവുമല്ല, ഖുർആൻ വായിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, മക്ക മുശ്രിക്കുകളുടെ പല തെറ്റായ ജീവിത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇബ്രാഹിം നബിയോടുള്ള ബഹുമാനത്തിൽ നിന്നും ആദരവിൽ നിന്നുമാണ് ഉണ്ടായത് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇബ്രാഹിം നബിയോടുള്ള ആദരവിൽ നിന്നും ബഹുമാനത്തിൽ നിന്നുമാണ് മക്ക മുശ്രിക്കുകളുടെ പിഴച്ച പല ജീവിത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ടു വന്നതുപോലും. ക്രൈസ്തവരായ ആളുകൾ, ജൂതരായ ആളുകൾ, ജൂതർ പറഞ്ഞു ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ, ക്രൈസ്തവർ പറഞ്ഞു ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇബ്രാഹിമിനെ സ്നേഹിക്കുന്നത്, ഞങ്ങളാണ് ഇബ്രാഹിമിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്റാനിയൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല. ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് മക്ക മുശ്രിക്കുകൾക്കും ജൂത ക്രൈസ്തവർക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം ലല്ലദീന തബഉ. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം. ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബിയോടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി കൊണ്ടുവന്ന ഹിദായത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബിയുടെ ഹിദായത്തുമായി ബന്ധപ്പെടാത്ത ഒരാൾക്ക് ഇബ്രാഹിം നബിയോടുണ്ട് എന്ന് പറയുന്ന സ്നേഹം കപടമാണ്. ഇബ്രാഹിം നബിയോട് അടുപ്പമുണ്ട് എന്ന് പറയുന്നത് കാപട്യമാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഉദാഹരണം ഇതിനേക്കാളും വ്യക്തമാണ്, വളരെ വളരെ വ്യക്തമാണ്. അത് മറ്റൊന്നുമല്ല, പ്രവാചകന്റെ മൂത്താപ്പ അബൂ താലിബ്. അറബ് സംസ്കാരം വെച്ചുകൊണ്ട്, മക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരം വെച്ചുകൊണ്ട് സഹോദരൻ മരിച്ചുപോയാൽ
ആ സഹോദരന്റെ പുത്രന്റെ പിതൃസ്ഥാനത്ത് നിൽക്കേണ്ടത് പിതാവിന്റെ സഹോദരന്മാരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അബൂ താലിബ് എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ളയാൾ. പ്രവാചകനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഈ ഒരു സദസ്സിന്റെ മുമ്പിലോ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലോ വ്യാഖ്യാനിക്കേണ്ടതില്ല. പ്രയാസത്തോടൊപ്പം പ്രയാസപ്പെട്ട, പട്ടിണിയോടൊപ്പം പട്ടിണി കിടന്ന, നബി പട്ടിണി കിടക്കുമ്പോൾ അതിനോടൊപ്പം പട്ടിണി കിടന്ന, അദ്ദേഹം മരിക്കാൻ പോലും കാരണമായത് ശൈബ് അബീ താലിബിലെ പട്ടിണിയാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പട്ടിണി കിടക്കുമ്പോൾ അതോടൊപ്പം പട്ടിണി കിടന്ന, പ്രവാചകൻ ദുരിതം അനുഭവിക്കുമ്പോൾ അതോടൊപ്പം ദുരിതം അനുഭവിച്ച, പ്രവാചകൻ പ്രയാസപ്പെടുമ്പോൾ അതോടൊപ്പം പ്രയാസപ്പെട്ട ഒരാൾ. നബി തങ്ങളെ ഇത്രമേൽ സ്നേഹിച്ച മറ്റൊരാളുണ്ടോ എന്നറിയില്ല. പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹം, അതിരറ്റ ആദരവ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ആളുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാതിരിക്കാനുള്ള 2 കാരണങ്ങൾ സമാഹരിച്ചാൽ, 1 അള്ളാഹുവിന്റെ സംരക്ഷണമാണെങ്കിൽ 2 അബൂ താലിബിന്റെ സംരക്ഷണമാണ്. അള്ളാഹുവിന്റെ സംരക്ഷണമാണ് റസൂലിനെ രക്ഷപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം അബൂ താലിബിന്റെ സംരക്ഷണമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഖുർആൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അബൂ താലിബ് മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹബീബായ നബി തങ്ങൾ ആ മരണാസന്നനായി കിടക്കുന്ന തന്റെ പിതൃകന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിതാവിന്റെ സഹോദരൻ അരികിൽ ചെന്ന് തന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന ആ മനുഷ്യനോട് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞപ്പോൾ അങ്ങാണ് എന്നെ ചേർത്ത് പിടിച്ചത്, എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോൾ അങ്ങാണ് എനിക്ക് സ്നേഹം ചൊരിഞ്ഞു തന്നത്, അങ്ങയുടെ സംരക്ഷണത്തിലാണ് ഞാൻ കഴിഞ്ഞത്, അങ്ങ് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, ഈ കലിമയൊന്ന് പറയുമോ? മോനെ, എനിക്കതിനാവില്ല മോനെ, എനിക്കതിന് കഴിയില്ല മോനെ, ഈ പാരമ്പര്യവും ഈ ആചാരവും ഉപേക്ഷിക്കാൻ എനിക്കാവില്ല മകനെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മനുഷ്യനോടുണ്ടായിരുന്ന അത്യഗാധമായ സ്നേഹത്തിന്റെ ഫലമായി അദ്ദേഹത്തോട് ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ചില ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോഴാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹു യഹ്ദീ മൻ യശാ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. ഓ മുഹമ്മദ്, അങ്ങ് ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അങ്ങക്ക് കഴിയുന്ന കാര്യമല്ല. അങ്ങക്ക് പ്രിയപ്പെട്ടവരെല്ലാം സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അങ്ങക്ക് സാധിക്കുന്ന കാര്യമല്ല നബിയെ. പ്രവാചകൻ ദുഃഖിതനായി തിരിച്ചു പോവുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ 2 സ്നേഹം, ഇബ്രാഹിം അലൈഹിസ്സലാമയോട് മക്ക മുശ്രിക്കുകൾക്കുണ്ടായ സ്നേഹം, അബൂ താലിബിന് റസൂലിനുണ്ടായ സ്നേഹം, റസൂലിനോടുണ്ടായിരുന്ന സ്നേഹം, ഇത് 2 നിരർത്ഥകമായി പോയത് എന്തുകൊണ്ടാണ്? ആ 2 സ്നേഹത്തിലും ഹിദായത്ത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ്. ഹിദായത്തിന്റെ അഭാവത്തിൽ സ്നേഹത്തിന് അർത്ഥമില്ല. മുസ്ലിം സമൂഹത്തോട് ആവർത്തിച്ചാവർത്തിച്ച് പുതിയ കാലത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നത് മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നത് പോലെയാണോ? അബൂ താലിബ് പ്രവാചകനെ സ്നേഹിക്കുന്നത് പോലെയാണോ? ഇത് ഏത് സാധാരണക്കാരനും മനസ്സിലാകും. നമുക്ക് പരിചയമുള്ള നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളോടെല്ലാം മുസ്ലിം സമൂഹത്തിന് ഓരോ അംഗത്തോടും നിരന്തരമായി ചോദിക്കണം, പ്രിയപ്പെട്ട മുസ്ലിം, മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ സ്നേഹിച്ചതുപോലെയാണോ? അബൂ താലിബ് പ്രവാചകനെ സ്നേഹിച്ചതുപോലെയാണോ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? ഇത് ആവർത്തിച്ച് ചോദിക്കണം. കാരണം വടിയും പൊടിയും കൊടിയും ഒക്കെയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം. വടിയും പൊടിയും കൊടിയും ഒക്കെ പ്രധാനപ്പെട്ടതാകുമ്പോ ഹിദായത്തിന് അർത്ഥമില്ലാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഹിദായത്താണ് പ്രവാചകൻ എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ ഹിദായത്താകുമ്പോഴാണ് നബിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മുടെ ജീവിതം സംസ്കരിക്കപ്പെടുക. അവിടെയാണ് പ്രവാചകനെ സ്നേഹിക്കുന്തോറും ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ജീവിതം സംസ്കരിക്കപ്പെടുകയാണ്.
പ്രവാചകനെ സ്നേഹിക്കുന്നതോറും ഒരു മുഅ്മിനിന്റെ ജീവിതം ക്വാളിറ്റിയുള്ളതായി മാറുകയാണ്. ഇമാം തബറാനി ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തു കഴിഞ്ഞു. അപ്പൊ കുറച്ച് വെള്ളം ബാക്കിയായി. അവിടെ ഉണ്ടായിരുന്ന സ്വഹാബിമാർ ആ വെള്ളം എടുത്ത് ചിലരത് കുടിച്ചു, ചിലർ മുഖത്ത് പുരട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ ചോദിച്ചു, മാ ഹമലക്കും അലാ മാ ഫഅൽതും ബി, ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഞാൻ വുളുവെടുത്ത് ബാക്കി വന്ന വെള്ളം നിങ്ങൾ എന്തിനാണ് കുടിച്ചത്? നിങ്ങൾ എന്തിനാണ് മുഖത്ത് പുരട്ടിയത്? അപ്പൊ അവര് പറഞ്ഞു, റസൂലേ, അങ്ങയോടുള്ള പ്രണയം കൊണ്ട് തന്നെ, അങ്ങയോടുള്ള ഹുബ്ബ് കൊണ്ട് തന്നെ, അങ്ങയോടുള്ള ഇഷ്ക് കൊണ്ട് തന്നെ, സ്നേഹം കൊണ്ട് തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കണം. സംസാരിക്കുമ്പോൾ സത്യം പറയണം. നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോട് നന്നായി പെരുമാറണം. ഹബീബിനേക്കാൾ നല്ല ഗുരുനാഥൻ ലോകത്ത് കടന്നുപോയിട്ടില്ല. തന്നോടുള്ള സ്നേഹത്തിന്റെ വൈകാരിക അത് ആർക്കും ഉണ്ടാവും കേട്ടോ. ഏതൊരു നേതാവിനോടും അനുയായിക്ക് മഹബത്തുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളായി എന്ന് വരും. ഇന്നിപ്പോ വടിയും പൊടിയൊക്കെ കരുതാൻ വേണ്ടിയിട്ട് പറയുന്ന ആളുകൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഒരുപാട് സ്വഹീഹായ തെളിവുകൾ പറയും. പക്ഷേ അവിടെ മർമ്മം പോയി പോകുന്നുണ്ട്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലാതെ ഒരൊറ്റ വർത്താനം പറയും. അപ്പൊ സ്വഹീഹായ കുറെ നിവേദനങ്ങൾ കൊണ്ടുവരുമ്പോ നിഷേധിച്ചവര് പെട്ടുപോകും. അങ്ങനെയല്ല. ഒരു നേതാവിനോട് സ്നേഹം ഉണ്ടാകുമ്പോ ആ നേതാവിനെ ബഹുമാനിച്ചു എന്ന് വരും, ആദരിച്ചു എന്ന് വരും. ആദരവിന്റെ പരിധി ലംഘിക്കുമ്പോ നബി അത് തടയും ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്. ഇവിടെ ഇതാ എന്നെ എങ്ങനെ ആദരിക്കണം, എന്നെ എങ്ങനെ ബഹുമാനിക്കണം, എന്നോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ്? എന്നോടുള്ള സ്നേഹമാണ് നിങ്ങൾ ആ വെള്ളം കുടിക്കാൻ, ഞാൻ വുളു ചെയ്ത ബാക്കി വെള്ളം കുടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ എന്നോടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ആലോചിക്കണം. മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയാണോ നമ്മൾ വേണ്ടത്? നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയണം. നബിന്റെ പേരിൽ തന്നെ പച്ചക്കള്ളം പറയുക. മുടിക്ക് സെന്റിമീറ്റർ നീളം കൂടിയിട്ട് പോലും ഇവരൊക്കെ ഉണ്ടാക്കുന്ന ബിദ്അത്തിന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററും നീളം കൂടുന്നു എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഇവരൊക്കെ കൂടി നബിയുടെ പേരിൽ ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾക്കും ശിർക്ക് കുഫറുകൾക്കും 1.5-2 കിലോമീറ്റർ നീളം ഉണ്ടാകുന്നുണ്ട്. നബി തങ്ങളുടെ മുടിയുടെ പേരിലും പൊടിയുടെ പേരിലും റൗള ശരീഫിൽ പൊടിയെടുക്കുന്നു, മുടിയെടുക്കുന്നു, കള്ളത്തരം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സംസാരിക്കുമ്പോൾ കളവ് പറയാതിരിക്കൂ എന്ന് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ നബിയുടെ പേരിൽ തന്നെ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുക, എന്നിട്ട് അത് കച്ചവടമാക്കുക എന്ന് പറയുന്നത് എത്രമേൽ ഭയാനകമാണ്, ഭീകരമാണ്. നിന്റെ അയൽവാസിയുടെ കാര്യത്തിൽ നിനക്ക് ഉറപ്പു പറയാൻ കഴിയുന്നില്ല എങ്കിൽ, നിന്റെ അയൽവാസിയോടുള്ള ബാധ്യതകൾ നിനക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പിന്നെ നിനക്ക് നബിയോടുള്ള സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം നിനക്കുണ്ടെങ്കിൽ അത് അബൂ താലിബിന് റസൂലിനോടുണ്ടായ സ്നേഹം പോലെയാണ്. അതല്ലെങ്കിൽ നിന്നിൽ ഹിദായത്ത് പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സന്ദേശം മുസ്ലിം സമൂഹത്തിന് നമ്മൾ എത്തിക്കണം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ദീനുൽ ഇസ്ലാമിന് വലിയൊരു അട്ടിമറി നടത്തുന്നുണ്ട്. നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വലിയൊരു അട്ടിമറി. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റൂല. നമുക്ക് ആരോടെങ്കിലും, ഏതെങ്കിലും സംഘടനകളോടോ ഏതെങ്കിലും എന്തെങ്കിലും നടത്തിപ്പുകാരോടൊന്നും വ്യക്തിപരമായ വിരോധം ഉണ്ടാവുന്നില്ല. അതൊന്നും ഇസ്ലാമികമായി ശരിയല്ല. പക്ഷേ ദീനുൽ ഇസ്ലാമിൽ വരുത്തുന്ന അട്ടിമറിയെ കാണാതിരിക്കാൻ പാടില്ല. അത് കരുതിയിരിക്കുകയും മുസ്ലിങ്ങളെ ജാഗ്രതാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്താണ് അട്ടിമറി? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് റബീഉൽ അവ്വൽ. ഇത് ഖുർആനിക വിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. റബീഉൽ അവ്വൽ നിങ്ങൾ ആദരിച്ചു.
നബിതങ്ങൾ ജനിച്ചതുമായി ബന്ധപ്പെട്ട് ആ നബിയുടെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനോ അതല്ലെങ്കിൽ നബിതങ്ങൾ ജനിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണങ്ങൾ സന്തോഷത്തോടെ കഴിക്കോ ആർക്കോ കൊടുക്കുവോ മറ്റൊരു കാര്യമാണ്. പക്ഷേ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് റബീഉൽ അവ്വൽ എന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിൽ അത് ദീനിലുള്ള അട്ടിമറിയാണ്. മുസ്ലിം ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചേ മതിയാവുകയുള്ളൂ. മക്കയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മദീന. മക്കയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മദീന. അവിടെ നിൽക്കൂല കേട്ടോ. ഈ മതപുരോഹിതന്മാർ ശ്രമിക്കുന്നത് മക്കയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മദീന, മദീനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുടിവെച്ച പള്ളി, അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അവിടെ നിന്ന് കിട്ടുന്ന പൊടി എന്നൊക്കെ പറഞ്ഞു. മദീനയ്ക്ക് പ്രാധാന്യമുണ്ട്. മദീന നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. മദീനയെ നബിതങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. മദീനക്കാർ ആദ്യമേ പറഞ്ഞതാണ്, സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മക്കക്കാരനാണ്, നമ്മൾ നിങ്ങളെ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞാൽ മദീനത്ത് പോകാൻ പാടില്ല കേട്ടോ, നിങ്ങൾ മദീനക്കാരനാകണം കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിർണായക സമയത്ത് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ കൈവിടൂല, എന്നെ നിങ്ങൾ കൈവിടാത്തതുപോലെ ഞാൻ നിങ്ങളെയും കൈവിടൂല. മക്ക വെറുത്തോണ്ടൊന്നല്ല. മക്ക വെറുത്തോണ്ടാണെങ്കിൽ മക്കയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന നബി ആ മക്കയുടെ മലഞ്ചെരുവുകൾ, ആ കുന്നുകൾ, ആ പർവ്വത ശിഖരങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഹദീസുകളിലുണ്ട്. മക്കേ നീ എന്റെ പ്രിയപ്പെട്ട നാടാണ് എന്ന് റസൂൽ പറയുന്നു. മക്കയാണ് പ്രധാനപ്പെട്ടത്, അത് കഴിഞ്ഞിട്ടേ മദീനയുള്ളൂ. അപ്പൊ മക്കയെ മറികടന്ന് മദീനയെ സ്ഥാപിക്കാം. മദീനക്കറിയാം മക്ക എന്ന് പറഞ്ഞാലോ ഒന്നും ആവാണ്ടിരിക്കുക, കപടമാണ്, കാപട്യമാണ്, ദീനിനെ അട്ടിമറിയാണ്. ഇത് തിരിച്ചറിയണം. സംസമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുടിയിട്ട വെള്ളം. സംസമിന് പുണ്യമില്ല എന്ന് വിവരം കേട്ട ആളുകൾ പറയും. അങ്ങനെയല്ല, സംസം അതിന് പുണ്യമുണ്ട്, സംശയമൊന്നുമില്ല. റസൂലുള്ളാഹിയുടെ തന്നെ വചനമാണ്. സംസം സാധാരണ വെള്ളം പോലെയല്ല, പക്ഷെ സംസമിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുടിയിട്ട വെള്ളം. അത് അംഗീകരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ ഇൻസാനിയത്തിനും ബശരീയത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ്, ഇൻസാനിയത്തിനേക്കാളും ബശരീയത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഉലൂഹിയത്ത്, ദിവ്യത്വം. നബിക്ക് ദിവ്യത്വം ആരോപിക്കുക. റസൂലുള്ളാഹി തന്നെ പറഞ്ഞെന്താണ്, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. നിങ്ങളെന്താ അത്ഭുതം കാണിക്കാത്ത നബിയെ? നിങ്ങളെന്താണ് അത്ഭുതം കാണിക്കാത്തത് നബിയെ? ആളുകൾ വന്ന് ചോദിച്ചതാണ്. എന്താണ് അത്ഭുതം? അവർക്ക് പലതും കാണണമായിരുന്നു. ആകാശത്തെ കേടിവെച്ച് കയറി പോകണമായിരുന്നു. അങ്ങനെയാണല്ലോ നബി ഔലിയ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു അത്ഭുതം കാണിക്കാത്ത ഔലിയാകാൻ പറ്റൂല. എന്നാൽ അത്യാവശ്യം മാജിക് ഒക്കെ കാണുന്ന ആൾ കാണിക്കുന്ന ഔലിയായി മാറാം. അതാണല്ലോ നിലവിലുള്ള മതഘടന, മതസമീപനം. ഇത് വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എന്താ മുഹമ്മദ് അത്ഭുതങ്ങൾ കാണിക്കാത്തത്? ഈ മരുഭൂമിയിൽ നീരുറവ കാണിക്കൂ, ഈ മരുഭൂമിയിൽ പെട്ടെന്ന് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കൂ, ആകാശത്തെ കേണി വെച്ച് കയറിപ്പോകൂ, ഇങ്ങനെ പലതും പലതും അവരോട് വന്ന് പറഞ്ഞപ്പോ അല്ല പറയാൻ നബിയോട്, പ്രവാചകരെ പറയണം, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂലാ. നിങ്ങൾ എന്താണ് എന്നോട് ഈ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ആവശ്യപ്പെടുന്നത്? ഞാനൊരു മനുഷ്യനായ പ്രവാചകനാണ്, ഞാനൊരു മനുഷ്യനായ പ്രവാചകനാണ്. അപ്പൊ അത് മാറ്റിമറിച്ചിട്ട് ഉലൂഹിയത്ത്, ദിവ്യത്വം ഉണ്ടാക്കുക നബിക്ക്. എന്തോ അതുകൊണ്ടാണല്ലോ ഒരാളുടെ മുടിയും മരിച്ചാൽ വളരൂല എന്നറിയാം, പക്ഷെ നബിയുടെ ഭാഗം അത് ദിവ്യത്വം കൊണ്ട് അത് വളരാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കച്ചവട തന്ത്രം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം എന്താണെന്നറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതികമായ ശരീരം ഹിദായത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ നബിക്ക് അല്ലാഹു വഫാത്ത് നൽകുമായിരുന്നില്ല. ഇത് സുപ്രധാനമായ അടിസ്ഥാനമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം, അവിടുത്തെ പുണ്യമേനി, എല്ലാ ബഹുമാനത്തോടും ആദരവോടും ആ പുണ്യമേനി ഹിദായത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ അത് മരിച്ചു പോകുമായിരുന്നില്ല. ഖുർആൻ എന്താണ് പറയുന്നത്? ബൽ അക്തറുഹും ലാ യഅലമൂൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും. അധികപേരും കാര്യങ്ങൾ അറിയുന്നില്ല. ഇന്നക മയ്യിത്ത്, നബിയെ അങ്ങ് മയ്യിത്താകും, അങ്ങ് മരിക്കും. ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കും നബിയെ. റസൂലുള്ളാഹിയോട് ഖുർആൻ പറയുകയാണ്,
നിങ്ങൾ മരിക്കും നബിയെ, അവരും മരിക്കും നബിയെ. നിങ്ങൾ മരണത്തിന്റെ രുചി അനുഭവിക്കും നബിയെ, അവരും മരണത്തിന്റെ രുചി അനുഭവിക്കും നബിയെ. എന്തിനാണ് നബിയോട് പറയാൻ? നബിയുടെ ഭൗതിക ശരീരം, നബിയുടെ ഭൗതിക ശരീരത്തിലെ ഭാഗങ്ങൾ ഹിദായത്തിന്റെ അടിസ്ഥാനമാണോ? ആണെങ്കിൽ റസൂലുള്ള വഫാത്താകാൻ പാടില്ല. റസൂലുള്ള വഫാത്താകുമെന്ന്, റസൂലുള്ള മരിക്കുമെന്ന് ഖുർആൻ പ്രവാചകനോട് തന്നെ പറയുകയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ഹിദായത്താണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. റസൂല് കൊണ്ടുവന്നിട്ടുള്ള സന്ദേശമാണ് പ്രധാനപ്പെട്ടതായി മാറേണ്ടത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന നിർദ്ദേശം വസിയാബക ഫതഹിർ വറുജ്വ ഫഹജുർ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, ഹബീബായ നബിയോട് നിനക്ക് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ വ്യക്തിജീവിതം നിങ്ങളുടെ വ്യക്തിജീവിതം, എന്റെ കുടുംബജീവിതം നിങ്ങളുടെ കുടുംബജീവിതം, നമ്മുടെ ഇടപാടുകൾ, സാമ്പത്തിക സാമൂഹ്യ ഇടപാടുകൾ, ഇതിലെല്ലാം പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തെല്ലാം കയറി വന്നിട്ടുണ്ടോ അതെല്ലാം മാറ്റുക. മാലിന്യങ്ങളെല്ലാം എടുത്തു കളയുക, വൃത്തികേടുകളെല്ലാം എടുത്തു കളയണം. വിശ്വാസത്തിൽ, കർമ്മത്തിൽ ശിർക്കുണ്ടോ, ബിദ്അത്തുണ്ടോ, കുഫറുണ്ടോ, നിഫാഖുണ്ടോ എല്ലാം എടുത്തു കളയുക. റസൂലിനോടുള്ള സ്നേഹത്താൽ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ കഴിയുന്നുണ്ടോ? റസൂലിനോടുള്ള സ്നേഹത്താൽ ജീവിത ഇടപാടുകൾ നന്നാക്കാൻ കഴിയുന്നുണ്ടോ? റസൂലിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ജീവിതം പരിശുദ്ധമായി വരുന്നുണ്ടോ? എങ്കിൽ പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആ സ്നേഹം കാപട്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും ഉണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു هو الغفور الرحيم.